മാധവാ പീതാംബരാ ഞാൻ നിന്നെ ഓർക്കുന്നിതാ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ വേനൽ കനവിൽ പെയ്യുന്നില്ലേ ഹേ മാധവ മധുമാസ ചന്ദ്ര നോവും ഹൃദയം അറിയുന്നില്ലേ. വിഗ്രഹം തിരിച്ചിട്ടാൻ തന്നെയല്ലേ നമ്മളെല്ലാരും പ്രാർത്ഥിക്കുന്നത്. എത്രയും പെട്ടെന്ന് കിട്ടിയ അത്രയും സമാധാനം. വിഗ്രഹം തിരിച്ചു കിട്ടുമ്പോൾ കിട്ടട്ടെ. ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്ന മീരെ വെറുതെ വിഷമിപ്പിക്കാതെ. സാരമില്ല അങ്കിൾ, എത്രയൊക്കെ ആയാലും സംഭവിച്ച കാര്യമായിട്ട് മനസ്സുകൊണ്ട് ഞാൻ പൊരുത്തപ്പെട്ടല്ലേ പറ്റൂ. അതെ മോളെ, പക്ഷേ വിദ്യ പറഞ്ഞതുപോലെ വിഗ്രഹം തിരിച്ചു കിട്ടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത് പണ്ട് നഷ്ടപ്പെട്ട ശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് നമുക്കത് തിരിച്ചു കിട്ടി. അന്നത് നഷ്ടപ്പെട്ടതിനും പിന്നീട് മീരമോൾക്ക് തിരിച്ചു കിട്ടിയതിനും വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. അതുപോലെ ഇന്ന് നഷ്ടപ്പെട്ടതിനും ഇപ്പം നമുക്കറിയാത്ത പല കാരണങ്ങളുണ്ടാവും. ജാതകത്തിലും ജ്യോത്സ്യത്തിലും ഒക്കെ നോക്കി എന്തൊക്കെ പറഞ്ഞാലും ഭഗവാൻ തീരുമാനിച്ചത് മാത്രമേ ഇവിടെ സംഭവിക്കൂ. പണ്ട് വേദങ്ങൾ നഷ്ടപ്പെട്ടപ്പോ അത് തിരിച്ചെടുക്കുവാൻ വേണ്ടി ഭഗവാൻ ഒരവതാരം തന്നെ എടുത്തില്ലേ? വിഗ്രഹം നമുക്ക് തിരിച്ചു കിട്ടണമെന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിലേക്ക് തിരിച്ചു വന്നിരിക്കും. ആ കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ഭഗവാൻ അത് തിരിച്ചു തന്നാ മതിയെന്ന പ്രാർത്ഥന മാത്രമേ ഉള്ളൂ എനിക്ക്. നമ്മളെല്ലാരും അങ്ങനെ തന്നെയല്ലേ പ്രാർത്ഥിക്കുന്നത്. ആ പ്രാർത്ഥന ഭഗവാൻ കേൾക്കാതിരിക്കില്ല. ഞാൻ മീരയ്ക്ക് കുടിക്കാൻ ചായ എടുക്കാം. അമ്മേ, മീരയ്ക്ക് എടുക്കുന്ന ചായ എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നാ മതി, ഞങ്ങൾ അങ്ങോട്ട് പോവാ. ആഹാ, അത് ശരി. മീരെ നീ മാത്രമായിട്ടും കൊണ്ടുപോകണോ? അപ്പൊ അമ്മ എന്ത് ചെയ്യും? മുത്തശ്ശി കഴിഞ്ഞ ദിവസമൊക്കെ കുറെ സംസാരിച്ചതല്ലേ, ഇന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം എന്താ? മീര തിരിച്ചു പോകും മുൻപ് കുറച്ച് സമയം മുത്തശ്ശിക്ക് തരാം, അതുപോരെ? ഓ ആയിക്കോട്ടെ, ഞാനൊന്ന് കിടക്കട്ടെ. വിദ്യ മീരയെ കാണാൻ വരണമെന്ന് പറഞ്ഞിരിക്കായിരുന്നു. അപ്പോഴാ മീര ഇങ്ങോട്ട് വന്നേ. അതിന്റെ ഞാൻ ചായ മുകളിലേക്ക് കൊണ്ടുവരാം. വാ മീരെ. ഞാനിന്ന് മീരെ കാണാൻ വരാനിരിക്കുമായിരുന്നു. ഇന്നലെ രാത്രി ഞാൻ 2-3 തവണ വിളിക്കാൻ നോക്കിയിട്ട് കോള് കിട്ടുന്നില്ലായിരുന്നു. ആ, ചില ദിവസം അങ്ങനെയാ. പലപ്പോഴും കോൾസ് ഒന്നും കിട്ടില്ല. പിന്നെ മിസ് കോൾ അലേർട്ട് വന്ന് കിടക്കും. SMS അങ്ങനെ നോക്കാത്തതുകൊണ്ട് അതും ചിലപ്പോൾ കാണില്ല. പിന്നെ അമ്മ വരും മുമ്പ് കാര്യങ്ങൾ പറഞ്ഞു തീർക്കട്ടെ, അല്ലെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അമ്മ ഇവിടെ വന്നിരിക്കും. നീ അന്ന് ചെയ്ത ഉപകാരത്തിന് ഞാനൊരു താങ്ക്സ് പോലും ഇതുവരെ പറഞ്ഞില്ല. ശരിക്കും എന്റെ ഭാവി ജീവിതവും രക്ഷിച്ചത് നീയാ. അതിന് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. ആ പ്രൊഫസർ ചെയ്തതിന്റെ ശിക്ഷ അയാൾക്ക് കിട്ടി, അങ്ങനെ കരുതിയാ മതി. അന്നത്തെ സംഭവത്തിന് ശേഷം പ്രൊഫസറെ കൊണ്ട് ഒരു ശല്യം പിന്നെ എനിക്കുണ്ടായിട്ടില്ല. മീരയുടെ സുഹൃത്തായ ആ ചേട്ടൻ സമയത്ത് വന്ന് നമ്മളോട് സംസാരിച്ചതുകൊണ്ടും ആ വീഡിയോ സാറിനെ കാണിച്ചു കൊടുത്ത് ഭയപ്പെടുത്തിയതുകൊണ്ടാ പിന്നെ ആ ശല്യം ഉണ്ടാവാതിരുന്നത്. അതൊക്കെ ഈശ്വരാനുഗ്രഹമായിട്ട് കരുതിയാ മതി. വിദ്യ പഠിക്കാൻ ആഗ്രഹിച്ച് അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് കഷ്ടപ്പെടുമ്പോ ഇതുപോലുള്ള ദുഷ്ടന്മാര് ഭാവി തകർക്കാനും നമ്മളെ നശിപ്പിക്കാനും വന്നാൽ എന്തു ചെയ്യും? അയാള് സ്വന്തം കുടുംബത്തെ മറന്ന് ഗുരുവാണെന്നുള്ള ചിന്തയൊന്നും ഇല്ലാതെയല്ലേ വിദ്യയോട് മോശമായിട്ട് പെരുമാറിയത്? അതൊക്കെ വലിയ തെറ്റല്ലേ? ആ തെറ്റ് തിരുത്താൻ ഭഗവാൻ ഒരു രൂപത്തിൽ കൃത്യസമയത്ത് നമ്മുടെ അടുത്തേക്ക് വന്നു എന്ന് കരുതിയാ മതി. അതെ, ഇനി ആ റിസർച്ച് ഒന്ന് അവസാനിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്നാലും ഞാൻ ആകെ ടെൻഷനിലായിരുന്നു. ഒന്നിലും ശരിക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോ ആ അവസ്ഥയ്ക്കൊരു മാറ്റം വന്നു.
ഇനി എനിക്ക് നന്നായി വർക്ക് ചെയ്ത് റിസർച്ച് പൂർത്തിയാക്കാം. ഹാ, അത് വേണം. നന്നായിട്ട് തന്നെ റിസർച്ച് പൂർത്തിയാക്കണം. എനിക്കിതെല്ലാം മീരയോട് വന്ന് നേരിട്ട് പറയണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ അതിനൊരു അവസരം ഉണ്ടായില്ല. ഞാൻ വീട്ടിലോട്ട് വരാന്ന് വിചാരിച്ചപ്പോ അമ്മ ഇവിടെ കിടന്ന് വലിയ ബഹളം. അതെന്താ? പഴയ മാല പ്രശ്നം. മീനാന്റിയുള്ള വീട്ടിലേക്ക് പോകാൻ പറ്റില്ലെന്നും പറഞ്ഞു അമ്മ തുടങ്ങി. ഓ, അത് ഞാനങ്ങ് മറന്നുപോയി. ഞാനും അത് മറന്നു. പക്ഷെ അമ്മ അത് മറന്നിട്ടില്ല. സാരമില്ല, ഞാനിപ്പോ ഇവിടെ വന്നില്ലേ. അതെ. പിന്നെ വിഗ്രഹത്തിന്റെ പിന്നാലെ നടന്ന് മീര ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളിലൊന്നും ചെന്ന് ചാടരുത്. ഈ ലോകം നമ്മൾ വിചാരിക്കുന്നത് പോലെ അത്ര നല്ലതൊന്നും അല്ല. ആളുകൾ അവരുടെ സ്വാർത്ഥമായ ലാഭങ്ങളെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത്. സ്വന്തം സുഖങ്ങളും സൗകര്യങ്ങളും എങ്ങനെ നേടാമെന്നൊരു ചിന്തയെ മനുഷ്യർക്കുള്ളൂ. അങ്ങനെ ചിന്തിച്ച് വെറുതെ ഇരിക്കാനൊന്നും പറ്റില്ലല്ലോ. പക്ഷേ വിഗ്രഹം എവിടെ പോയി അന്വേഷിക്കണമെന്നോ അതെങ്ങനെ തിരിച്ചു കിട്ടുമെന്നോ എനിക്ക് ഒരു ഐഡിയയും ഇല്ല. അതൊക്കെ സമയാകുമ്പോ കിട്ടും മീര. അന്ന് കടൽ തീരത്ത് നിന്ന് നിനക്കത് കിട്ടിയത് നീ വിചാരിച്ചിട്ടാണോ? അല്ലല്ലോ. ആ വിഗ്രഹം നിന്റെ അടുത്ത് എത്തണമെന്ന് ഭഗവാൻ തീരുമാനിച്ചപ്പോ നിന്റെ അടുത്തെത്തി. അതുപോലെ അത് നിന്നെ തേടി വരും. അങ്ങനെ ഒരു പ്രതീക്ഷ എനിക്കും ഉണ്ടായിരുന്നു. പക്ഷേ ആദർശ് സാറിന്റെ ആന്റി ഗ്രഹനില നോക്കി വിഗ്രഹം തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ ആകെ തകർന്നുപോയി. നിനക്ക് വേറെ പണിയൊന്നും ഇല്ലേ മീരെ? എന്റെ അമ്മ ഇക്കാലം അത്രയും നടന്ന് എത്ര ജോത്സ്യന്മാരെ കണ്ടിട്ടുള്ളതെന്നറിയോ? എന്നിട്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടായോ? വിശാലേട്ടൻ കളക്ടർ ആകുമെന്ന് വരെ പറഞ്ഞ ജോത്സ്യന്മാരുണ്ട്. എന്നിട്ടിപ്പോ ആള് ഓരോ നാട്ടിൽ നിന്ന് സുവനീറുകൾ കളക്ട് ചെയ്യാ. ഇതിലൊന്നും ഒരു കാര്യമില്ല. മോഡേൺ ടെക്നോളജി വെച്ച് പറയുന്ന മഴയുടെ കാര്യം പോലും 50% ശരിയാവുന്നത്. പിന്നെയാ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് എഴുതി വെച്ചിരിക്കുന്ന ഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും അടിസ്ഥാനമാക്കി പറയുന്നത് കേട്ട് നമ്മൾ വിശ്വസിക്കുന്നതും അതോർത്ത് വിഷമിക്കുന്നതും. ഭാവിയിൽ എന്ത് സംഭവിക്കുന്നുവെന്ന് ഭഗവാന് മാത്രമേ അറിയാൻ പറ്റൂ. അതുകൊണ്ട് വെറുതെ ആരെങ്കിലും പറയുന്നത് കേട്ട് വിഷമിക്കാൻ നിൽക്കാതെ നീ മര്യാദയ്ക്ക് ഇരിക്കുക. നമുക്ക് നമ്മളെ കൊണ്ടാവുന്നത് പോലെയൊക്കെ വിഗ്രഹം എവിടെയാണെന്ന് കണ്ടെത്താൻ ശ്രമിക്കാം. അതാണ് ഏറ്റവും നല്ലത്. നീ എന്താ മീര ഉപദേശിക്കാണോ? ഏയ്, ഞാനിങ്ങനെ വെറുതെ ഓരോന്നൊക്കെ പറയുമായിരുന്നു. അല്ല, വിദ്യക്ക് ചായ വേണ്ടേ? ഞാൻ കുറച്ചു മുൻപ് കുടിച്ചതാ. ഇനി വൈകിട്ട് ഒരു ഗ്രീൻ ടീ, അത്രേ ഉള്ളൂ. 2-3 ചായയൊക്കെ കുടിച്ച ശരിയാവില്ല. ക്യാബിലേക്കൊന്ന് വരൂ. സർ, വരൂ. മീരയ്ക്ക് ടെർമിനേഷൻ ലെറ്റർ അയച്ചേക്ക്. സർ. എന്താ? സർ, മീരയ്ക്ക് വീട്ടിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അതാ ലീവ് എടുത്തത്. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു ടെർമിനേഷൻ ലെറ്റർ അയച്ചാ? പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും. ഓരോരുത്തരും ഓരോ കാരണം പറഞ്ഞ് ലീവ് എടുത്താ പിന്നെ കമ്പനിയുടെ അവസ്ഥ എന്താവും? ഒരാൾക്കൊരു ഫേവർ ചെയ്ത് കൊടുത്താൽ മറ്റുള്ളവർക്ക് ഞാനത് ചെയ്യണ്ടേ? എന്നാലും ഒരു വാണിംഗ് പോലും കൊടുക്കാതെ പിരിച്ചുവിടുന്നത് ശരിയാണോ സർ? ശരിയും തെറ്റുമൊക്കെ ഞാൻ നോക്കിക്കോളാം. നിങ്ങൾക്ക് മെയിൽ അയക്കാൻ പറ്റുമോ ഇല്ലയോ അത് പറയൂ. അയക്കാം സർ. എങ്കിൽ ആദ്യം അത് ചെയ്യേ. ശരി സർ. അമ്മേ, അമ്മേ, എന്താ? എല്ലാം പോയമ്മേ. നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ. എന്താ സൂരജേ, എന്താ പറ്റിയത്? നീ കാര്യം എന്താന്ന് വെച്ചാ പറ. ആ വിഗ്രഹം നമ്മുടെ കൈ നഷ്ടപ്പെട്ടമ്മേ. നഷ്ടപ്പെട്ടെന്നോ? അതെ. എങ്ങനെയാ നഷ്ടപ്പെട്ടത്? അത് മനുവിന്റെ റൂമിൽ തന്നെ ആയിരുന്നില്ലേ? അതെ, പക്ഷെ എന്നെ തിരക്കി പോലീസ് വരാൻ സാധ്യതയുണ്ടെന്ന് അമ്മ പറഞ്ഞില്ലേ? മനു താമസിക്കുന്നത് ഒറ്റ മുറിയിലായതുകൊണ്ട് വിഗ്രഹം അവിടെ ഇരിക്കുന്നത് സേഫ് അല്ലല്ലോ. അത് കാരണം ഞങ്ങളത് അവിടെ നിന്ന് മാറ്റി മറ്റൊരു സ്ഥലത്ത് ഒളിപ്പിച്ചു വെച്ചു. കുറച്ചു കഴിഞ്ഞ് പോലീസ് വരികയും മുറിയെല്ലാം പരിശോധിക്കുകയും ചെയ്തു.
പക്ഷെ ആ വിഗ്രഹം അവിടെ നിന്ന് മാറ്റിയതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. പക്ഷെ പോലീസ് പോയി കഴിഞ്ഞ് ഞങ്ങൾ വിഗ്രഹം തിരിച്ചെടുക്കാനായിട്ട് പോയപ്പോൾ അതവിടെ ഇല്ലമ്മേ. നിങ്ങളത് അവിടെ വെക്കുന്നത് ആരെങ്കിലും കണ്ടു കാണും. ഇല്ലമ്മേ, ഞങ്ങൾ ആരെങ്കിലും കാണുന്നുണ്ടോന്നൊക്കെ ശ്രദ്ധിച്ചാ വെച്ചത്. അവിടെ അങ്ങ് ആരും ഉണ്ടായിരുന്നില്ല, അതുറപ്പാ. എടാ, ആരും കാണില്ലെന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്നത് കാണാൻ നമ്മൾ അറിയാതെ ഒരുപാട് കണ്ണുകളുണ്ടാവും. അത് ശ്രദ്ധിക്കണമായിരുന്നു. ആരെങ്കിലും ഒരാൾ അവിടെ കാവലിരുന്നാ മതിയായിരുന്നു. ആ സമയത്ത് അങ്ങനെയൊന്നും ചെയ്യാൻ തോന്നിയില്ലമ്മേ. ഒളിപ്പിച്ചു വെച്ച സ്ഥലം സേഫ് ആയിരിക്കുമെന്നാ ഞങ്ങൾ വിചാരിച്ചത്. ശ്ശോ, എന്തൊക്കെ പ്രതീക്ഷകളായിരുന്നു. ആ വിഗ്രഹത്തിന് അത്രയും വില കിട്ടുമെന്ന് പറഞ്ഞപ്പോ ഞാൻ എന്തൊക്കെ സ്വപ്നം കണ്ടെന്നറിയോ? എടാ, നിന്റെ ജീവിതത്തിൽ ഒരിക്കലും സാമ്പത്തിക പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ ഉറപ്പിച്ചതാ. ആരുടെ മുന്നിലും ഇനി പണത്തിനു വേണ്ടി കൈ നീട്ടാതെ സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിച്ചതാ. ശ്ശോ, എല്ലാം വെറുതെ ആയല്ലോ എന്റെ ഈശ്വര. അമ്മേ, അതൊക്കെ പോട്ടേന്ന് വെക്കാം. വിഗ്രഹം വാങ്ങാൻ അഡ്വാൻസ് തന്നവർക്ക് വിഗ്രഹം സമയത്തിന് കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാവും. അവർ ഞങ്ങളെ കൊന്നുകളയും. വിഗ്രഹം നഷ്ടപ്പെട്ട കാര്യം അവരറിഞ്ഞോ? ഇതുവരെ അറിഞ്ഞിട്ടില്ല. എനിക്കും മനുവിനും മുത്തശ്ശനും ദാ ഇപ്പൊ അമ്മയ്ക്ക് മാത്രമേ വിഗ്രഹം നഷ്ടപ്പെട്ട കാര്യം അറിയൂ. അപ്പൊ നിങ്ങളുടെ കൂടെയുള്ള ദാസനോ? ദാസേട്ടൻ അറിഞ്ഞ ശരിയാവില്ല അമ്മേ. അയാളുടെ തടി രക്ഷിക്കാൻ അയാൾ അവരോട് വിഗ്രഹം നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ ഞങ്ങൾ പെട്ടുപോകും. അതുകൊണ്ട് അവര് വിഗ്രഹം കൊടുക്കാൻ പറയുന്ന ഡേറ്റ് ആവുന്നത് വരെ എങ്ങനെയെങ്കിലും ദാസേട്ടൻ അറിയാതെ നോക്കാനാ ഇപ്പൊ തീരുമാനിച്ചിരിക്കുന്നത്. എടാ, അവരുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച അഡ്വാൻസ് അങ്ങ് തിരിച്ചു കൊടുത്താൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ഇല്ലമ്മേ, അവര് വിഗ്രഹം കടത്താനും അത് വിൽക്കാനും വേണ്ട എല്ലാ കാര്യങ്ങളും അഡ്വാൻസ് തന്ന ശേഷം ചെയ്യും. അതുകൊണ്ട് സമയത്ത് അവർക്ക് കൃത്യമായിട്ട് വിഗ്രഹം എത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അത് അവരെ ബാധിക്കും. മറ്റുള്ളവരുടെ അടുത്ത് അവരുടെ വിശ്വാസത നഷ്ടപ്പെടും. അതവർ സമ്മതിക്കില്ല അമ്മേ. അതുകൊണ്ട് അഡ്വാൻസ് തരുന്നതിന് മുമ്പേ പല പ്രാവശ്യം ദാസേട്ടൻ ഇക്കാര്യം ഞങ്ങളോട് പറഞ്ഞതാ. വിഗ്രഹം വാങ്ങാൻ പോകുന്നവർ നല്ല ജെനുവിൻ ആൾക്കാരാണെന്ന് ഉറപ്പിക്കാൻ അഡ്വാൻസ് വാങ്ങിക്കണമെന്നും അതാണ് കച്ചവടത്തിന്റെ രീതിയെന്നും മുത്തശ്ശനാ പറഞ്ഞത്. അതാ അഡ്വാൻസ് വാങ്ങിയത്. പക്ഷെ അതിങ്ങനെ ഒരു പൊല്ലാപ്പാവൂന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എടാ, അമിതമായിട്ട് പ്രതീക്ഷ വെക്കുന്നതെല്ലാം അവസാനം ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളിലെ അവസാനിക്കൂ. സന്ദീപേട്ടന്റെ അച്ഛൻ അഡ്വാൻസ് വാങ്ങിക്കണമെന്ന് പറഞ്ഞതേ വിഗ്രഹം വാങ്ങിക്കുന്നവര് നമ്മളെ പറ്റിക്കാതിരിക്കാൻ വേണ്ടിയാ. അതിന് നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. വിഗ്രഹം നിന്റെ മനുവിന്റെയും കയ്യിൽ നിന്നാ നഷ്ടപ്പെട്ടത്. അത് എത്രയും പെട്ടെന്ന് തിരിച്ചു കിട്ടാനുള്ള മാർഗം നോക്കുന്നതാ നല്ലത്. പറ്റാവുന്നിടത്തെല്ലാം ഞങ്ങൾ അന്വേഷിച്ചു, പക്ഷെ ഒരു അറിവും കിട്ടിയില്ല. ആലോചിച്ചിട്ട് ടെൻഷൻ ആവുന്നല്ലാതെ എന്ത് ചെയ്യണമെന്നൊരു രൂപവും കിട്ടുന്നില്ലല്ലോ. അതാ ഞങ്ങളുടെ അവസ്ഥ. എടാ, ഇനി ഒരൊറ്റ വഴിയുള്ളൂ. ഹരിയേട്ടനും മീരയെല്ലാം വിഗ്രഹം കണ്ടുപിടിക്കാൻ നെട്ടോട്ട് ഓടുക. നീയും അവർക്കൊപ്പം ചേരണം. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടേ 2 ഗുണമുണ്ട്. വിഗ്രഹം കിട്ടുന്നത് നീ അറിയും, അതല്ലെങ്കിൽ അത് കിട്ടാൻ സാധ്യതയുള്ള സ്ഥലത്തെക്കുറിച്ച് അറിവ് കിട്ടും. മാത്രല്ല, ഹരിയേട്ടന്റെയും മീരയുടെയും കൂടെ വിഗ്രഹം അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ അവർക്ക് നിന്നോടുള്ള താല്പര്യം കൂടും. മനസ്സിലായി. ഞാൻ അവരുടെ കൂടെ ചേർന്ന് വിഗ്രഹം അന്വേഷിക്കാൻ തുടങ്ങാം. മനുവും മുത്തശ്ശനും അവരുടെ രീതിയിൽ അന്വേഷിക്കട്ടെ. അഡ്വാൻസ് തന്നവര് വിഗ്രഹം ചോദിക്കുന്ന മുമ്പ് നമുക്കെന്തെങ്കിലും വിവരം കിട്ടാതിരിക്കില്ല. അതെ, തൽക്കാലം നമുക്ക് അങ്ങനെ ചെയ്യാടാ. വേറെ വഴിയൊന്നുമില്ല. അങ്കിളെ, എന്തുണ്ടെങ്കിലും എന്നോട് ഓപ്പണായിട്ട് പറയണം. മീരയ്ക്ക് ഇപ്പോൾ ഒരു താല്പര്യമില്ലാത്ത പോലെയാ എനിക്ക് ഫീൽ ചെയ്യുന്നത്. മീരയെ നിർബന്ധിച്ച് വിവാഹത്തിന് സമ്മതിപ്പിച്ചതാണോ, അതോ മീരയ്ക്ക് വേറെ എന്തെങ്കിലും അഫെയറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അങ്കിളെ, എന്താണെങ്കിലും കാര്യം തുറന്നു പറഞ്ഞാൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. പക്ഷേ ഇതിപ്പോ ആരും ഒന്നും പറയാതെ മിണ്ടാതിരുന്ന അതിന്റെ അർത്ഥം മനസ്സിലാക്കാനുള്ള അറിവൊന്നും എനിക്കില്ല. മീര കുറച്ച് ടെൻഷനിലാണ്. മീര പൂജിച്ചിരുന്ന വിഗ്രഹം വീട്ടിൽ നിന്ന് മോഷണം പോയി. അത് കുറച്ചു ദിവസം മുമ്പല്ലേ നഷ്ടപ്പെട്ടത്. ഞാൻ പറയുന്നത് ആദ്യം മുതലേയുള്ള മീരയുടെ ആറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. വിവാഹ ജീവിതത്തിലേക്ക് കടക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ തമ്മിൽ പരിചയപ്പെട്ടത്. അപ്പോൾ രണ്ടുപേരും പരസ്പരം അറ്റ്ലീസ്റ്റ് ഫോണിലെങ്കിലും ഒന്ന് നന്നായി സംസാരിക്കണ്ടേ? രണ്ടുപേരുടെയും താല്പര്യങ്ങൾ തമ്മിൽ പരസ്പരം ചേരുന്നുണ്ടോന്നൊക്കെ ഒന്ന് അറിയണ്ടേ?
ഇതിപ്പോ ഒരു ധാരണയില്ലാതെ പണ്ട് കാലത്തെ പോലെ വിവാഹം കഴിച്ച ശേഷം പരസ്പരം പരിചയപ്പെട്ട് കിട്ടിയ പങ്കാളിയുമായി സമാധാനമില്ലാതെ അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കുന്ന കാലഘട്ടമല്ലല്ലോ അങ്ങളെ ഇത്. അത് പിന്നെ മീര പഠിത്തം കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴേ ജോലി കിട്ടി. ജോലിയിൽ നിന്ന് ഉറയ്ക്കും മുമ്പ് തന്നെ വിവാഹാലോചന വന്നു. അതില് ആദ്യത്തെ ആലോചനയാണ് സിദ്ധാർത്ഥിൻ്റെത്. മീരയ്ക്ക് ഇത്തരമൊരു സാഹചര്യം മാനേജ് ചെയ്ത് മുൻ പരിചയമൊന്നുമില്ല. അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവൾക്കുണ്ട്. അതാണ് ഈ സംസാരിക്കാനൊക്കെ മടി കാണിക്കുന്നത്. അതൊക്കെ തുടക്കത്തിൽ സാധാരണമായിരിക്കാം. പക്ഷെ ഞാനിപ്പോൾ 3-4 തവണ ഫോൺ ചെയ്ത് കഴിഞ്ഞു. അതിൽ തന്നെ 1-2 തവണ മാത്രമാണ് മീര കോളൊന്ന് അറ്റൻഡ് ചെയ്തത്. ഇക്കാലത്ത് പ്രണയിക്കാൻ പ്രപ്പോസ് ചെയ്താൽ പോലും പെൺകുട്ടികൾ ഇങ്ങനെ പെരുമാറുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഡേറ്റിംഗ് ആപ്പുകളിൽ പരിചയപ്പെട്ട് കാര്യങ്ങൾ സംസാരിച്ചുറപ്പിച്ച ശേഷം അച്ഛനമ്മമാരെ വിളിച്ചറിയിക്കുന്ന പെൺകുട്ടികളുടെ കാലമായത്. ഈ സമയത്ത് സംസാരിക്കാതെ നിലത്ത് കാലുകൊണ്ട് കളം വരയ്ക്കുന്ന പെൺകുട്ടികളുടെ കഥയൊക്കെ ഔട്ട്ഡേറ്റഡായി കഴിഞ്ഞു. അങ്ങളെ വിഗ്രഹം പോയതുകൊണ്ടുള്ള ടെൻഷനാണെന്നൊക്കെ പറയുന്നതിൽ എന്തർത്ഥമാണ് ഉള്ളത്? പൂജിക്കുന്ന ഒരു വിഗ്രഹം പോയാൽ വേറൊരു വിഗ്രഹം വാങ്ങിച്ചു വെച്ച് പൂജിക്കണം, അത്രേ ഉള്ളൂ. വിഗ്രഹം ഏതായാലും ഈശ്വരൻ ഒന്നാണെന്നല്ലേ കോൺസെപ്റ്റ്. അങ്ങളെ ഇതൊക്കെ ഇത്രയ്ക്ക് ഇഷ്യൂ ആക്കേണ്ട കാര്യമുണ്ടോ? സത്യം പറഞ്ഞാൽ അങ്കിളിനോട് ഇത്രയൊന്നും പറയണമെന്ന് കരുതിയല്ല ഞാൻ കാണണമെന്ന് പറഞ്ഞത്. പക്ഷേ പറഞ്ഞു തുടങ്ങിയപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഏയ് സാരമില്ല. സിദ്ധാർത്ഥിൻ്റെ മനസ്സിലുള്ളതെല്ലാം പറയാൻ പറ്റിയതിൻ്റെ ഒരു സമാധാനം സിദ്ധാർത്ഥിന് കിട്ടും. അതൊരു വലിയ കാര്യമാണ്. അങ്കിളെ, മീര എനിക്ക് വിവാഹം കഴിക്കാൻ താല്പര്യമുള്ളത് കൊണ്ടാണ് ഞാനിപ്പോൾ അങ്കിളിനോട് ഇങ്ങനെ ഒന്ന് സംസാരിച്ചത്. മീരയുടെ രീതികളൊക്കെ അല്പം പൊസസീവായ ഭർത്താക്കന്മാർക്ക് വളരെ താല്പര്യമുണ്ടാക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാലും പരിഗണിക്കാതെ വരുമ്പോൾ അതൊരു തരത്തിൽ അവഗണിക്കുന്നതാണോ എന്നൊരു തോന്നലും ഉണ്ടാവുന്നുണ്ട്. എന്തായാലും അങ്കിൾ മീരയോടൊന്ന് കാര്യമായിട്ട് സംസാരിക്കണം. എന്നിട്ട് എന്നോട് പറഞ്ഞാൽ മതി. ഞാൻ പറയാം സിദ്ധാർത്ഥ്. അപ്പോൾ ശരി അങ്കിളെ, എന്നെ വിളിച്ചാൽ മതി. നമുക്ക് പിന്നെ കാണാം. ശരി ശരി അങ്കിളെ. എനിക്ക് ആവതുണ്ടായിരുന്നെങ്കിൽ ഞാൻ കുറച്ചു ദിവസം പോയി മീരയുടെ കൂടെ നിന്നേനെ. പക്ഷേ ഈ അവസ്ഥയിൽ ഞാൻ പോയി നിന്നാ മീരയ്ക്ക് ജോലിഭാരം കൂടുമെന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവില്ല. കൊറേയൊക്കെ ബീനയുടെ നെകളിപ്പിന്റേതാ. കുറച്ച് അടക്കം ഒതുക്കവും ബീനയ്ക്കുണ്ടായിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാവോ? ഇതിപ്പോ ഒരു പ്രാവശ്യമല്ലല്ലോ, 2 പ്രാവശ്യമല്ലേ ബീന വീണത്. അതെ, ആദ്യം വീണിട്ട് ഏതോ വൈദ്യൻ്റെ കുഴമ്പൊക്കെ പുരട്ടി കിടപ്പായിരുന്നു. അപ്പോഴാണ് രണ്ടാമത് വീണത്. ആ സമയത്ത് ഹരി ഉണ്ടായിരുന്നുകൊണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. എക്സ്റേ എടുത്തപ്പോഴാ ഒടികൊണ്ടെന്ന് മനസ്സിലായേ. എന്തായാലും എന്താ, ബീനയ്ക്കിപ്പോ വെറുതെ കിടന്നാ പോരെ, പണിയൊക്കെ മീര ചെയ്തോളൂല്ലോ. പാവം മീര എല്ലാം കൂടി എങ്ങനെ ചെയ്യോ എന്തോ. മീരയ്ക്ക് വീട്ടിലെ കാര്യങ്ങളൊക്കെ നന്നായി നോക്കാൻ അറിയാന്നാ എനിക്ക് തോന്നുന്നത്. കുട്ടിക്കാലം തൊട്ടേ ബീന അവളെ കൊണ്ട് ജോലി ചെയ്യിക്കുന്നത് കൊണ്ട് ഇപ്പൊ ഇതൊന്നും മീരയ്ക്ക് അത്ര ബുദ്ധിമുട്ടാവില്ല. വീട്ടിലെ ജോലിയെല്ലാം തീർത്തിട്ട് അവക്ക് എങ്ങനെയാ ജോലിക്ക് പോകാൻ പറ്റുന്നത്? തൽക്കാലം മീര ലീവിലാ, അതുകൊണ്ട് കുഴപ്പമില്ല. ഇതെല്ലാം ഇനി വിഗ്രഹം നഷ്ടപ്പെട്ടതിന്റെ ദോഷം കൊണ്ടാണോന്നാ എന്റെ പേടി. നീ എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? അങ്ങനൊക്കെ ചിന്തിക്കണം മനോജേട്ടാ. ഓരോ കുടുംബങ്ങളിലും പ്രശ്നം തുടങ്ങുമ്പോ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധയുള്ളവരാവണം. പണ്ട് വിഗ്രഹം നഷ്ടപ്പെട്ടപ്പോ പല അനർത്ഥങ്ങളും കുടുംബത്തിലുണ്ടായിട്ടുണ്ടെന്ന് അമ്മ എപ്പോഴും പറയാറുള്ളതല്ലേ. ഇത്തവണ വിഗ്രഹം മീരയുടെ വീട്ടിൽ നിന്നാ മോഷണം പോയത്. ആ സമയത്ത് ആകെ അവിടെ ഉണ്ടായിരുന്നത് ബീന മാത്രമാണ്. ഇപ്പൊ ആദ്യം വയ്യാതെ വന്നിരിക്കുന്നത് ബീനയ്ക്കാണ്. രണ്ടും തമ്മിൽ കൂട്ടി വായിക്കുമ്പോ നമുക്ക് ചില ഉത്തരങ്ങൾ കിട്ടുന്നില്ലേ? അതാ എന്നെ ഭയപ്പെടുത്തുന്നത്. നീ വെറുതെ 2-4 കൂട്ടി വായിക്കാൻ നിൽക്കണ്ട. വീണ ശ്രദ്ധയില്ലാതെ നടന്നു, കാല് വഴുതി വീണു. ഒരു പ്രാവശ്യം വീണതിന്റെ ബലക്കുറവ് കാലിലുള്ളതുകൊണ്ട് രണ്ടാമതും വീണു. അങ്ങനെ കരുതിയാൽ മതി. മനോജറിന് ഇതൊക്കെ അങ്ങനെ പറഞ്ഞ് നിസ്സാരമാക്കി തള്ളിക്കളയാം.
എനിക്ക് പക്ഷെ അങ്ങനെ തോന്നുന്നില്ല. പിന്നെ എന്ത് ചെയ്യാനാ? വിഗ്രഹം കാണാതെ പോയപ്പോൾ തന്നെ നീ ജോത്സ്യനെ കണ്ട് എല്ലാം നോക്കിച്ചതല്ലേ? അയാൾ പറഞ്ഞൊന്നും അത്ര ശരിയല്ല. നമുക്ക് വേറെ ഒരാളെ കാണാം. നമ്മുടെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തില് വെള്ളിയാഴ്ചകളിൽ ഒരു തിരുമേനി സമയം നോക്കി പറയുന്നുണ്ടെന്ന് കേട്ടു. നമുക്കൊന്ന് നോക്കിയാലോ? ധന്യ, ഇതിന്റെ പേരിൽ ഇനി ജോത്സ്യനെ കാണാനൊന്നും പോണ്ട. അതെ, അതിന്റെ ആവശ്യമില്ലെന്നാ എനിക്കും പറയാനുള്ളത്. പക്ഷേ വിഗ്രഹം തിരികെ കിട്ടാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് ചെയ്യണം. അതിന് നീ കുറച്ചുകൂടി ഉത്സാഹിക്കണം മനോജെ. എന്നെ കൊണ്ടാവുന്ന പോലെ എന്ത് ചെയ്യാനും ഞാൻ തയ്യാറാണമ്മേ. ഹരിക്കും അതേ മനോഭാവമാണ്. പക്ഷെ അതെങ്ങനെ കണ്ടുപിടിക്കും? എവിടെ പോയി അന്വേഷിക്കും? അതാണ് അറിയാത്തത്. അന്ന് അച്ഛൻ ക്ഷേത്രത്തിന്റെ ചുമതല ഏറ്റെടുത്തിരുന്നെങ്കിൽ ഇന്ന് നീ ആയിരുന്നേനെ അതിന്റെ അവകാശി.